Hi guys. Welcome to our channel. Family Reaction. Hi guys. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ജോമിൻ ജോസഫിന്റെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചൊരു വീഡിയോ ആണ്. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ മാഷപ്പിന്റെ അല്ലേ, ഒരു 2021 ഇറങ്ങിയൊരു ജോമിൻ ജോസഫിന്റെ പേജിൽ വന്നൊരു വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്യായിരുന്നപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് കിട്ടിയില്ല. അപ്പോൾ അത് ആരെങ്കിലും കമന്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അതങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ മനസ്സിലായി എത്രത്തോളം മമ്മൂക്ക ഫാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതിൽ കുറച്ച് പേര് ഞങ്ങളെ പേര് പറയുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക, പിന്നെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഷരുൺ എൻ ജെ, കൃഷ്ണ ആർ, റോബിൻ ജെയ്സൺ, മുഹമ്മദ് അനസ്, റിഷാദ് സുധാകർ, ഭീഷ്മ വർദ്ധൻ, സൽമാൻ വി കെ ആൻഡ് റിഷാദ് കെ വി, പിന്നെ കുറെ പേരുണ്ട്. അപ്പൊ ഇത്രയും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആരെങ്കിലും ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ മാക്സിമം പേര് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. കരടിക്കായാലും സിംഹത്തിനായാലും പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഇത് ആരാണെന്നറിയാമോ? നടപ്പാകാൻ പോകുന്നത് ദൈവത്തിന്റെയോ രാജ്യത്തിന്റെയോ നിയമമല്ല. ഇവിടെ നിയമം നടപ്പാക്കാൻ ഡേവിഡിനൊരു രാജപട്ടം വേണമെന്നുണ്ടെങ്കിൽ അത് അർഹതയായി കരുതുന്നു. വിളിച്ചോളൂ, കിങ്. മാണിക്യമാണ്, രാജമാണിക്യം. സുൽത്താൻ ഓഫ് സിനിമ ഒരു മഹാനടൻ എന്നൊക്കെ പറയുന്നതുണ്ട്. വേൾഡിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ്. ഇന്ത്യയിലും നല്ല ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി വേൾഡ്സ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ഇതൊരു അത്ഭുതമായിരിക്കാം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രൂപത്തിലും മാറ്റത്തിലും ഒരു മാറ്റവുമില്ലാതെ ഒരു നായക സ്ഥാനത്ത് ഒരാളെ സങ്കല്പിക്കുക എന്ന് പറയുന്നത് ഇന്നും അടുത്തുപോലും ആർക്കും എത്താനൊക്കാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടിയാണ് ഇപ്പോൾ. ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ്, ചെറുപ്പമൊന്നുമല്ല. എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന് എന്തായാലും സമ്മതിക്കണം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. ஜோக் அடிக்கிறாரு, பேசுறாரு, சிரிக்கிறாரு, என்ன சிரிக்க வைக்கிறாரு, எல்லாரும் சிரிக்கிறாங்க. கிளாப் போர்டு வச்சு கிளாப் அடிச்சு எடுக்கும் போது அவ்வளோ படங்கள் பண்ணி அவருக்கு நடிப்பு மேல வெறி இருக்கு. ആക്ഷനും കട്ടിനും ഇടയ്ക്ക് പകർന്നാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എത്ര നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു കമാൻഡ്, അவ்வளோ കൺട്രോൾ. അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന എത്ര സിനിമകൾ ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടിയ മയ്യത്തായ മാപ്പിളമാരേക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും. ആ തെറ്റിന് പഴിചാരേണ്ടത് നാടിന് വേണ്ടി പൊരിഞ്ഞു മരിച്ച ധീരന്മാരെയല്ല, അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം. നീ പറഞ്ഞെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ? ഞാൻ പറഞ്ഞ സംശയം എന്താ? മമ്മൂട്ടി കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നത് അത് മോഹൻലാൽ മാത്രമല്ല, മമ്മൂട്ടിയും ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ്. മൂത്ത ചേട്ടനാണ് നമ്മുടെ ലാലേട്ടൻ. മറ്റൊരു പാർട്ടിക്കാർക്കാണ്, കുലപതിയാണ്. പത്മശ്രീ ഭരത് മമ്മൂട്ടി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നവൻ. പിന്നെ ആരാവൻ? മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വൃത്തികെട്ട പടങ്ങൾ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. മാസത്തിലൊരിക്കലെങ്ങാനും ദൂരദർശനി വരും ഒരു അവാർഡ് മോഡൽ പടം. നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മലയാളം പടം എന്ന് പറഞ്ഞാലേ മോശപ്പെട്ടൊരു ഇമേജ്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം സാറേ? ഇരുട്ടിന്റെ ആയുസ് സൂര്യൻ ഉദിക്കുന്നവരെ ഉള്ളവരാണ്. വർഷങ്ങൾക്ക് മുൻപ് ദൈവം പടച്ചോൻ അറിഞ്ഞനുഗ്രഹിക്കപ്പെട്ട ഒരു സുന്ദരക്കുട്ടൻ ജന്മമെടുക്കുന്നു. പഠിച്ച് മിടുക്കനായി വരുന്നു. ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്നു. ലോ എടുത്ത് പാസ്സാവുന്നു. മലയാള സിനിമാ രംഗത്തേക്ക് കാല് വയ്ക്കുന്നു. മലയാള സിനിമയുടെ അപ്രഖ്യാപിത ദൈവമാണിവർ. ഇനി അവന്റെ കളിയാണ് സംഹാരത്താണ്. അവിടെ മുതൽ പിന്നീടെല്ലാം ഹിസ്റ്ററിയാണ്. അവിടെ നല്ല പടങ്ങൾ ഇറങ്ങി തുടങ്ങിയത് നമുക്കിടയ്ക്ക് പടങ്ങൾ ഇറങ്ങി തുടങ്ങിയതിന് ശേഷം. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോൻ എന്നെ ഭരിക്കാൻ പറഞ്ഞത്? അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ?
ഇനി ഇവിടുന്ന് അങ്ങോട്ട് സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ തൊട്ടില്ല നീ രോമത്തിന് കൊള്ളുകയല്ലേ. മുന്നിൽ പോയി നിൽക്കില്ല. സ്കെച്ച് ചെയ്ത് കാർത്തിക്കും വരഞ്ഞോളെ പിള്ളേരെ. അതല്ല ഒസറാക്കുള്ളി അടിച്ച് നീ നേരത്തെ പറഞ്ഞ മാറ്റാൻ തിരിക്കാട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണമടിച്ചാൻ പൊട്ടിക്കും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയ മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്ന് ഞാൻ നോക്കൂല. I will hunt you down. Shut up. എനിക്ക് വാടം തോന്നിയ എന്തും ചെയ്യും ഞാൻ. Then come on. കൊല്ലണം തോന്നിയാ കൊല്ലും. Then come on. Prove your balls is so dead. എന്റെ കൈയുടെ ചൂടിന് ഗവൺമെന്റ് ആ എന്നോട് മുടാഞ്ചാലുണ്ടല്ലേ ചോദിക്കാൻ വരുന്നോന്റെ നെഞ്ചിന്റെ കാലിനടിക്കിടന്ന് പൊട്ടു. ഏത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും പിരുതുകളെ കള്ള പന്നി പന്നി ബെല്ലാരി രാജാ. Have you seen any clarified and Gusti or the most popular and contemporary dishing? ആ ചേട്ടന് ഈ ഡിഷും കളിയിലും എടുക്കനാ. ഭാഗ്യമുണ്ട് മക്കൾക്ക് ഇപ്പൊ ഒരു നല്ല ലൈവ് ഷോ കാണാം. റിലാക്സ് ആൻഡ് വാച്ച് ഇറ്റ് ഔട്ട്. അപ്പൊ ഞങ്ങളുടെ എഡി ശരിക്കും ആരാ? My most effective man, and he hates violence. നടപ്പാകാൻ പോകുന്നത് ദൈവത്തിന്റെയോ രാജ്യത്തിന്റെയോ നിയമമല്ല, എന്റെ നിയമം. He is the only one. ഇത് മുതല് വേറെ. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. Once a king is always a king. മരിക്കും വരെ രാജ രാജാ താണ്ട. നീ പറയാറില്ലേ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽ മാലാഖെ പോലെ ഒരാൾ വരുമെന്ന്. അതവന നല്ല മനസ്സുള്ളവൻ, കൈ കഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പക്ഷെ ഇതൊന്നും ആരും അറിയില്ല, ആരോടും പറയില്ല. ഈ കാലയളവിൽ ഏതാണ്ട് 50 കോടിയോളം രൂപ പാവപ്പെട്ടവർ കൊടുത്തിരിക്കുന്നു. ഇത്ര നല്ലൊരു മനുഷ്യനെ നമുക്ക് വേറെ കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഇത്രയും ലവബിൾ ആണ്. കാരണം ഞാനെപ്പോഴും എന്റെ മൊബൈലിൽ മമ്മൂക്കെ അടിച്ചു വെച്ചിരിക്കുന്ന പേര് പടച്ചോന്നാണ്. ആ പേരിന്റെ പിന്നിൽ വലിയൊരു വിജയുണ്ട് മോനെ. തോറ്റിടത്ത് നിന്ന് ജയിച്ചു കയറിയതിന്റെ പേരാ. ഈ അതുല്യ കലാകാരൻ നീളാൻ വാഴട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളൂ. മരിച്ചാലും മമ്മൂട്ടി. അടിപൊളിയല്ലേ വീഡിയോ. നല്ലൊരു വീഡിയോ. കാരണം എല്ലാം ഉൾക്കൊള്ളിച്ചോണ്ടൊരു വീഡിയോ. മമ്മൂക്ക ചെയ്ത ഒരുപാട് നല്ല പ്രവൃത്തികളും അല്ലേ, പുള്ളിയുടെ ഡയലോഗിന്റെ ഒരു സെക്ഷനും നല്ലൊരു വീഡിയോ. സ്ക്രീനിലുള്ള മമ്മൂട്ടിയും റിയൽ ലൈഫ് മമ്മൂട്ടിയും രണ്ടും നല്ലൊരു മമ്മൂക്കയുടെ നല്ലൊരു ബർത്ത്ഡേ മാഷപ്പ് വീഡിയോ ആയിരുന്നു. ഏകദേശം കഴിഞ്ഞ പറഞ്ഞിട്ടില്ല 50 കോടിയോളം രൂപ സാധാരണക്കാർക്ക് കൊടുത്തു. നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഫീൽ ഗുഡ്, നല്ല അടിപൊളി. അങ്ങനെ ഞാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് എന്റെ ഇത് കറക്റ്റ് ലിങ്ക് കിട്ടിയില്ലായിരുന്നു അല്ലേ വീഡിയോയുടെ. നമുക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക്സ്. കാര്യം നല്ലൊരു അടിപൊളി വീഡിയോ, നല്ലൊരു വീഡിയോ ഞങ്ങൾക്ക് കൂടി കാണാൻ പറ്റി. ഞങ്ങൾ കൂടെ കാണാൻ പറ്റി. അത് നല്ല എന്ന് വെച്ചാൽ അത്രയും പേർക്കും വലിയ കിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. സൂപ്പർ വീഡിയോ പറയാനില്ല. വീഡിയോ എഫേർട്ട് എടുത്ത് കട്ട് ചെയ്ത് ജോമിൻ ജോസഫിനും വലിയൊരു, കാരണം ആ വീഡിയോയില് ഒന്നും പറയാനില്ല, അത്ര ഭംഗിയുള്ളത് കൊണ്ട് മാത്രമാണ് നല്ലൊരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കാണാൻ പ്രേരിപ്പിച്ച ഞങ്ങളൊരു വീഡിയോ എന്താ പറയാ മിസ്സായി പോയിരുന്നു. അതിന് ഞങ്ങൾ ലിങ്ക് വഴി ഷെയർ ചെയ്ത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. പോയത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാരും ചെയ്യാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ബെല്ലൈക്കനോട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോസ് എല്ലാം ഈ ഐ കാർഡിൽ കാണും. വീഡിയോസ് സെലക്ട് ചെയ്ത് കാണാം. അതെ,
ആരും നിർബന്ധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സജസ്റ്റ് ചെയ്യാം, കമന്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാവരും കമന്റിനും റിപ്ലൈ തരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വലിയൊരു ബൈ.